എനിക്ക് ഇങ്ങനെ കൂടുതലൊന്നും പറയാനില്ല. പെണ്ണാലോചിക്കാൻ നടക്കുന്ന ബ്രോക്കർ പണിയാണല്ലോ, അത് സ്വന്തം അളിയന്മാർക്ക് വേണ്ടി ചെയ്താൽ മതി. അതിനുവേണ്ടി ഇപ്പൊ കാലം പണിയാ മതി, അല്ല എന്നെ വെറുതെ നന്നാക്കാൻ വേണ്ടി കച്ചേരി നടത്തണ്ട. എടാ പുല്ലേ, ഇതിപ്പോ നിന്നെ ഓർത്തിട്ട് മാത്രമല്ല, ആ കുഞ്ഞിനോട് വേണ്ടിട്ടാ നടക്കട്ടെ എന്ന് കരുതി ഞങ്ങൾ റിസ്ക് എടുത്തത്. ഓരോരുത്തരും നിങ്ങൾ തമ്മിൽ ഇഷ്ടമാണല്ലോ. ഇഷ്ടമാണ്, പക്ഷെ കേട്ടാ മനസ്സിലെങ്കിലോ. അനിയനെ അനിയത്തിയെ സ്നേഹിക്കുന്ന ഒരു കുടുംബ സ്നേഹി കൂടുതൽ സ്നേഹിക്കില്ലേ, പെണ്ണുമ്പോൾ എടുത്തിട്ട് ചവിട്ടും. സ്വരം നന്നായിരിക്കുമ്പോ പാട്ട് നിർത്തുന്നതാണ് നല്ലത്. രാമകൃഷ്ണൻ ഇപ്പൊ പോ. എടാ, അച്ഛൻ വാങ്ങിച്ച 1 ലക്ഷം രൂപ തിരിച്ചു കൊടുക്കാൻ നിന്നെ കൊണ്ട് പറ്റുമോ? പറ്റത്തില്ല. അപ്പൊ നീ ആ പെണ്ണിനെ കെട്ടണം, അതാ അതിന്റെ ന്യായം. അല്ലാതെ ഒമ്പയിലെ അഭിമാനവും പൊക്കിപ്പിടിച്ച് കുഞ്ഞിന്റെ പേരും പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നതേ ശരിക്കും പറഞ്ഞ പോക്കൃത്തരവാ. ഒന്ന് തന്നെ സ്വന്തം ചേട്ടനാ, വായി തോന്നുന്നു വിളിച്ചു പറയുന്നത് പിന്നെ തിരിച്ചെടുക്കാൻ പറ്റില്ല. തനി കുഞ്ഞിനെ കൂടെ കൊണ്ടുപോയി വളർത്ത്. തനിക്ക് വേണ്ടി അച്ഛൻ കടക്കാരനായത്, അത് വീട്ടാ ഞാൻ കെട്ടിക്കൊള്ളാം. തനി കുഞ്ഞിനെ പിടി, കൊണ്ടുപോയി വളർത്ത്. കൊല്ലി നീ അതിന് കരയിക്കാതെ. എന്നോട് തന്നെയുള്ള വെറുപ്പുണ്ട്. ഞാൻ എന്തൊക്കെ പറഞ്ഞു. കണ്ണി ചോരയില്ലാതെ ഓരോന്ന് പറഞ്ഞ ആ ചേട്ടച്ചനെ വിഷമിപ്പിക്കരുത്. ആ കുഞ്ഞെന്ന് വെച്ചാ അയാൾക്ക് ജീവന. നമ്മൾ ഈ കല്യാണം ആലോചിച്ചത് തന്നെ തെറ്റ്. ഉണ്ണി എന്തിനാ അച്ഛനോട് കള്ളം പറഞ്ഞത്? കുഞ്ഞിന് നല്ല സുഖമില്ല, എനിക്ക് പോണം. പൊയ്ക്കോ, പക്ഷെ എനിക്കതറിയണം. ഉണ്ണി പറഞ്ഞ വിവാഹം കഴിക്കില്ലെന്ന്. എന്താ ഇപ്പൊ വേണ്ടത്? എനിക്കതറിയണം. പറഞ്ഞോ? പറഞ്ഞു. വിശ്വസിക്കാൻ പ്രയാസമാണെങ്കിൽ നേരിട്ട് തന്നെ പറയാം. വിവാഹം കഴിക്കാൻ സാധ്യമല്ലെന്ന് ഞാൻ പറഞ്ഞു. നിന്റെ അച്ഛൻ എന്നെ വിലക്കെടുക്കാൻ നോക്ക. പക്ഷെ എനിക്ക് എന്റെ ഈ മീനാക്ഷിയെ വലുത്. നിന്നെ അല്ല ഏത് പെണ്ണെ ഞാൻ കെട്ടിയാലും എനിക്ക് ഇവളെ നഷ്ടപ്പെടും. നിനക്കൊക്കെ കുഞ്ഞുങ്ങളുണ്ടാവുമ്പോ എന്റെ മീനാക്ഷിയെ വെറുക്കും. ഇവളൊരു ശല്യമായി തീരും. അല്ലെങ്കിൽ തന്നെ നീ എന്നോട് പറഞ്ഞില്ലേ ഇവളെ ചേട്ടന്റെയും ചേട്ടത്തിന്റെ അടുക്കലാക്കാൻ? ഇവൾ എന്റെ കയ്യിലിരിക്കുന്ന കാണുമ്പോൾ നിനക്ക് അസൂയാണെന്ന്. അസൂയ മാത്രമല്ല, ഇപ്പൊ തന്നെ കണ്ടില്ലേ കുഞ്ഞിന് സുഖമില്ല. പക്ഷെ നീ നിന്റെ കാര്യം നോക്കുന്നത്. അപ്പൊ കെട്ടിയാലത്തെ കഥയോ? എനിക്കത് ആലോചിക്കാൻ കൂടി വയ്യ. ഇനി ഈ കാര്യം പറഞ്ഞ് മീര് എന്നെ കാണാൻ വരരുത്. അത് നടക്കില്ല, എനിക്കത് ഇഷ്ടമല്ല.